ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള ഒരു പാപമാണ് കോപം. കോപത്തെക്കുറിച്ച് കർത്താവിൻ്റെ തിരുവചനം എന്താണ് പഠിപ്പിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 22-ാം തിരുവചനം, കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. വീണ്ടും കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 30-ാം തിരുവചനം, കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. മൂന്നാമതായി വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം തിരുവചനം, മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. നാലാമതായി വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 20-ാം തിരുവചനം, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. മിശിഹായ സ്നേഹമുള്ളവരെ, 4 കാര്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു. കോപിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, കോപിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ, 1, അവന്റെ ജീവിതം നാശത്തിലേക്ക് തള്ളും. രണ്ടാമതായി കർത്താവിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു, ദുഷ്ടന്റെ സ്വഭാവമാണ് കോപവും ക്രോധവും. മൂന്നാമതായി, കോപിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കില്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. നാലാമതായി, മരണശേഷം ഈ കോപം ന്യായവിധിക്ക് കാരണമാകും. നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കോപം എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിന്റെ ഫലമായ ക്ഷമ കൊണ്ട് നിറയ്ക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.